സീസ് ഫയർ നിലവിലുണ്ടെങ്കിൽ പോലും അമേരിക്കയും ഇസ്രായേലും ലബനാനിൽ കാണിക്കുന്ന അതിക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സീസ് ഫയറിനെ പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. കരാർ റിജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ നന്നായി നല്ല രീതിക്ക് ഇസ്രായേലിനോടും അമേരിക്കയോടും ഇറാൻ പറഞ്ഞിട്ടും ഒരു കാര്യത്തിലുള്ള ഒരു സമീപന വ്യത്യാസങ്ങളും വരുത്താത്തതിൻ്റെ പേരിൽ അവസാനമായി IRGC ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. നമുക്ക് സീസ് ഫയർ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ തുടക്കമെന്നോണം ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തയിൽ പറയുന്ന പ്രധാനപ്പെട്ടൊരു വാർത്ത ഉണ്ട്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കനക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഒരു പുതിയ പ്രസ്താവന നടത്തുന്നു. അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: ഇസ്രായേലുമായി ബന്ധമുള്ള ഒരു കണ്ടെയ്നർ കപ്പലിനെയും അതേപോലെ തന്നെ അമേരിക്കൻ നേവിയുടെ USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലിനെയും അക്രമപരമായി ഞങ്ങൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നു എന്നതും അതോടൊപ്പം തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഇത് വളരെ ഗൗരവം സ്ഥിരീകരിക്കപ്പെടേണ്ടതാണെന്നും പറയുന്നു. അഥവാ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാലും മിണ്ടാതിരിക്കരുത്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ലബനാനോട് നിങ്ങൾ കാണിച്ച ക്രൂരമായ പ്രവർത്തനത്തിന് പകരമാണ് ഇത് എന്ന് ലോകത്തിന് മുമ്പിൽ നിങ്ങൾ പറയുകയും ചെയ്യണം. അപ്പോൾ ഒരു യുദ്ധക്കപ്പൽ അഥവാ USS ട്രിപ്പോളി എന്ന് പറയുന്ന LHA-7 എന്ന് പറയുന്ന യുദ്ധക്കപ്പലിനെ ആക്രമിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അമേരിക്കയായിട്ട് ബന്ധമുള്ള ഇസ്രായേലായിട്ട് ബന്ധമുള്ള ഒരു ടാങ്കറിനെയും കണ്ടെയ്നർ കപ്പലിനെയും അക്രമം ഉണ്ടാക്കി അതിനെ കൂടുതൽ അപകടത്തിലാക്കാൻ പറ്റിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പക്ഷേ നിങ്ങളത് കണ്ടിട്ട് മിണ്ടാതിരിക്കരുത്, നിങ്ങളും അത് ലോകത്തിന് മുമ്പിൽ പറയണം എന്ന് പറയുമ്പോൾ അത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ കൂടി പറയണം. ഞങ്ങൾ ചെയ്തത് നിങ്ങൾ കണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നതാണ്, മൂടി വെക്കരുതേ എന്നാണ്. അപ്പോൾ സീസ് ഫയർ ഏകദേശം നടപടിയായിട്ടുണ്ട്. സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വാർത്തയിലൂടെ വരുമ്പോൾ വീഡിയോ ചെയ്യാം. എങ്ങനെയാണെങ്കിലും അരക്ഷിതാവസ്ഥയിലേക്ക് വീണ്ടും മൂക്കുകുത്തുന്ന രീതിക്കാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അടിവരയിട്ട് പറയാൻ പറ്റും. ഇസ്രായേലും അമേരിക്കയും ഈ ബന്ധത്തിൽ കോൺട്രാക്റ്റിൽ അതല്ലെങ്കിൽ സീസ് ഫയർ ഒപ്പിട്ടതിന് ശേഷം അതിന് പ്രതികൂലമായിട്ട് അഥവാ അവർ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ നിബന്ധനകൾക്കെതിരായിട്ട് ലബനാനിൽ വലിയ രൂപത്തിൽ അക്രമം അഴിച്ചുവിടുകയും 700-ലധികം ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. അതിൻ്റെ പിന്നാലെ ഹോർമസ് കടലിടുക്ക് അടക്കുകയും പിന്നാലെ നിങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ ഈ ഒരു സീസ് ഫയർ ലംഘനം നിങ്ങൾ തുടങ്ങി വെച്ചതാണ്, പിന്നെ ഞങ്ങൾക്കതിൽ വലിയ കാര്യമാക്കേണ്ടതില്ല, ഞങ്ങളും തുടങ്ങുമെന്ന് പറഞ്ഞു. ആ പറച്ചിലിൻ്റെ ഭാഗമായിട്ട് ഒരു യുദ്ധക്കപ്പലിനെയും ഒരു കണ്ടെയ്നർ കപ്പലിനെയും അപകടത്തിലാക്കാൻ വേണ്ടി അറ്റാക്ക് ചെയ്തു. കൂടുതൽ പരിക്കുകളോടെ കടലിൽ അതിപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് റിപ്പോർട്ട് ചെയ്ത് ലോകത്തെ അറിയിക്കണമെന്നാണ് IRGCയുടെ വാദം. അപ്പോൾ ആരാണിത് തകർത്ത് കളഞ്ഞത്, അല്ലെങ്കിൽ സീസ് ഫയർ ആരാണ് ആദ്യമായിട്ട് ലംഘിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് പറയാം. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.